ഇപ്പം $60,000 ഒരാൾ $30,000 ട്യൂഷൻ ഫീസ് അടച്ച് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ബേസിക്കലി ആ വർഷം അവർ ട്യൂഷൻ ടാക്സ് അടയ്ക്കേണ്ടത് ബാക്കിയുള്ള $30,000 ഉള്ളൂ. നമ്മളൊരു ബിസിനസ് നടത്തിയാൽ ഇപ്പം 100,000 നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ 100,000 നമ്മുടെ ടാക്സിബിൾ ഇൻകം ആണ്. പക്ഷെ നമ്മൾ ഇതുപോലെ ഒരു ക്യാപിറ്റൽ ഗെയിന് 100,000 നമുക്ക് ഇൻകം വന്നാൽ അതിൻ്റെ 50% ടാക്സിബിൾ ഇൻകം ആയിട്ട് വരുള്ളൂ. 2025 ജൂലൈ തൊട്ട് നമുക്ക് ഈ പറയുന്ന ബെനിഫിറ്റ്സ് എല്ലാം കിട്ടും. ടാക്സ് ഫയൽ ചെയ്താൽ അത് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ സിനോ, സ്വാഗതം നമ്മുടെ സ്റ്റുഡിയോയിലേക്ക്. അപ്പോൾ ഇതൊരു ലെറ്റ്സ് ടോക്ക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് നമ്മുടെ ടാക്സ് സീസൺ അല്ലേ. അപ്പോൾ ടാക്സ് സീസണിൽ ഒരുപാട് ആൾക്കാർ നമ്മളോട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇങ്ങനെ പ്രത്യേകിച്ച് ടാക്സിനെ കുറിച്ച് കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബേസിക് ആയിട്ടുള്ള നോളജാണ് വേണ്ടത്. പക്ഷെ അത് ചില സമയത്ത് കറക്റ്റായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ഡീറ്റെയിൽസ് കിട്ടാറില്ല പലപ്പോഴും. അപ്പോൾ നമ്മൾ ഒരു ടാക്സ് ഫയൽ ചെയ്യുന്നു, നമ്മളത് കിട്ടുന്നു, അത് എന്താ ബെനിഫിറ്റ്സ് നോക്കുന്നു, അത് ഇത് ചെയ്യുന്നതല്ലാതെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സംഭവം ആരും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് കുറേ ആൾക്കാർ നമ്മുടെ സ്റ്റുഡിയോയിലാണെങ്കിലും നമ്മുടെ ആൾക്കാരുടെ അടുത്തും ചോദിക്കാറുണ്ട്. അപ്പോൾ ചില ചോദ്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ബേസിക്കലി നമുക്ക് ചോദ്യം ഫസ്റ്റ് നമ്മുടെ ഇപ്പോൾ കൂടുതൽ സ്റ്റുഡൻസിൻ്റെ കീഴിൽ നിന്നാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. ഫസ്റ്റ് എന്നുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻസിൻ്റെ ഒരു ടാക്സിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അവർ ഈ ഫീസ് അടക്കുന്നുണ്ടല്ലോ. ഫീസ് അടക്കുന്നതിൻ്റെ അകത്ത് ചിലവർക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് കിട്ടാറുണ്ട്. പക്ഷെ അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഇതറിയില്ല, അതെങ്ങനെയാണ് ആപ്ലിക്കേഷൻ എന്നുള്ളതും. അതിന് എപ്പോഴും ഒരു ഡൗട്ട്ഫുള്ളാണ്. പല ആൾക്കാരും പല രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ക്ലാരിറ്റിയോടൊന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇപ്പം അരുൺ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി പേർക്കുള്ളൊരു സംശയമാണ് ഈ ട്യൂഷൻ ഫീസാണ് ബേസിക്കലി സ്റ്റുഡൻസിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പം ട്യൂഷൻ ഫീസ് അടയ്ക്കുന്നത് നമുക്ക് നോൺ റീഫണ്ടബിൾ ടാക്സ് ക്രെഡിറ്റ് ആണ്. അപ്പം നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം 2022 ഒരാൾ വന്നു, ഒരു $15,000 ട്യൂഷൻ ഫീസ് അടച്ചു. അപ്പോൾ ആ വർഷം തന്നെ നമ്മളത് റിപ്പോർട്ട് ചെയ്യണം. ട്യൂഷൻ ഫീസ് അടയ്ക്കുന്ന വർഷം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ ബെനിഫിറ്റ് ഒരുപക്ഷെ നമുക്ക് കിട്ടില്ല ആ വർഷം, കാരണം നമുക്ക് ടാക്സിബിൾ ഇൻകം ഉണ്ടാവില്ല. പാർട്ട് ടൈം ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആ ട്യൂഷൻ ഫീസിൻ്റെ ഒരു ബെനിഫിറ്റ് നഷ്ടപ്പെട്ടില്ല, അത് ക്യാരി ഫോർവേഡ് ചെയ്യും. നെക്സ്റ്റ് ഇയറിൽ സാറിന് 2 വർഷത്തെ കോഴ്സുകളാണല്ലോ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇയറിൽ ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. ട്യൂഷൻ ഫീസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത്. ടാക്സിബിൾ ഇൻകം ആ സമയത്ത് ഉണ്ടാകാൻ ചാൻസ് ഇല്ല, കാരണം 15,000 വരെ അപ് ടു 15,000 വരെ ടാക്സ് എക്സംഷൻ ഉണ്ട് ഓൾറെഡി. അപ്പം ചെറിയ പാർട്ട് ടൈം ചെയ്യുന്നവർക്കും ടാക്സ് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല. അപ്പം ഫുൾ ടൈം ആയിട്ട്, അതായത് വർക്ക് പെർമിറ്റോട്ട് കയറി ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും അവർക്ക് ഈ ട്യൂഷൻ ഫീസ് കൊണ്ടുള്ള ഒരു പ്രയോജനം ഉണ്ടാകുന്നത്. അത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഏത് വർഷമാണോ ട്യൂഷൻ ഫീസ് അടച്ച ആ വർഷം അതായത് ആ വർഷങ്ങളിലെ ടാക്സിൽ റിപ്പോർട്ട് ചെയ്ത് പോയെങ്കിലേ നമുക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പം മൂന്നാമത്തെ വർഷം നമ്മൾ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി. $60,000 ഒരു ആനുവൽ ഇൻകം ഉണ്ടാക്കിയ ഒരാളാണെങ്കിൽ അപ്പോൾ നമ്മളത് എംപ്ലോയർ അതിൻ്റെ ടാക്സ് ഓൾറെഡി ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ പേ സ്റ്റബിൽ നിന്ന് മേടിച്ച് CRAക്ക് അടച്ചിട്ടുണ്ടാവും. അപ്പം ഈ ട്യൂഷൻ ഫീസ് 2 വർഷങ്ങളും അടച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് $30,000 ട്യൂഷൻ ഫീസ് അടച്ചിട്ടുണ്ടാവും. അത് CRA റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ $60,000 ഇൻകം ഉള്ള ഒരു സമയത്ത്, ഇല്ലെങ്കിൽ വാട്ട് എവർ ദി ടാക്സബിൾ ഇൻകം ഉള്ള സമയത്ത് നമുക്ക് ഈ $30,000 ട്യൂഷൻ ഫീസും നമുക്ക് ഇതിന് എഗനസ്റ്റ് ആയിട്ട്, ഈ ഇൻകത്തിന് എഗനസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആസ് ഇറ്റ്സ് എ നോൺ റീഫണ്ടബിൾ ടാക്സ് ക്രെഡിറ്റ്. അപ്പം ബേസിക്കലി സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ $30,000 ട്യൂഷൻ ഫീസ് അടച്ച എമൗണ്ടിൻ്റെ അത്രയും ഡോളറിന് നമുക്ക് ഫെഡറൽ ടാക്സിന് എക്സംഷൻ കിട്ടുമായിരുന്നത്. അപ്പം $60,000 ഒരാൾ $30,000 ട്യൂഷൻ ഫീസ് അടച്ച് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ബേസിക്കലി ആ വർഷം അവർ ടാക്സ് അടയ്ക്കേണ്ടത് ബാക്കിയുള്ള $30,000 ഉള്ളൂ. ഈ 30,000 ഓൾറെഡി നമ്മൾ ഈ ട്യൂഷൻ ഫീസ് അടച്ചതിന്റെ ക്രെഡിറ്റും കിട്ടും. പിന്നെ ബാക്കി 60,000ന്റെ 30,000ന്റെ മാത്രം ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ സംഭവിക്കുന്ന ഓൾറെഡി CRAക്ക് നമ്മൾ ഈ പൈസ അടച്ചിട്ടുണ്ട്, എംപ്ലോയർ അടച്ചിട്ടുണ്ട്. അപ്പം പലർക്കും സംഭവിക്കാന്ന് വെച്ചാൽ ഈ ബാക്കി 30,000ന്റെ
പിടിച്ചേക്കുന്ന ടാക്സ് നമുക്ക് തിരിച്ചു കിട്ടുമായിരുന്നു. തിരിച്ചു കിട്ടും. അതായത് 15% ആണ് നമുക്ക് കിട്ടുന്ന ട്യൂഷൻ ഫീസ്. 60,000 വേറെ ആണെങ്കിൽ. അതെ അതെ. അപ്പോൾ അത് ബേസിക് ടാക്സ് റേറ്റ് ഫെഡറലിൻ്റെ ആണ്. അപ്പോൾ ഒണ്ടാരിയോയ്ക്ക് ഫെഡറൽ ടാക്സിന് മാത്രമേ എക്സംഷൻ ഉള്ളൂ, പ്രൊവിഷണൽ ടാക്സിന് എക്സംഷൻ കിട്ടില്ല. അപ്പം ഇപ്പം നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളാണ് $30,000 ട്യൂഷൻ ഫീസ് അടച്ച ഒരാൾക്ക് $4,500 ഒരു അഡീഷണൽ റീഫണ്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ബേസിക്കലി. ഓക്കെ. അപ്പോൾ ഇതായത് എല്ലാം കറക്റ്റായിട്ടുള്ള വർഷങ്ങളിൽ, അതായത് ഇപ്പോൾ 2 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ 2024 വന്നതാണെങ്കിൽ 24 കറക്റ്റായിട്ട് അത് ഫയൽ ചെയ്തിട്ടുണ്ടാവണം. ഇപ്പോൾ 25 പഠിക്കുകയാണെങ്കിൽ 25 അത് ഫയൽ ചെയ്തിട്ട് 26 ഉള്ളത് 27 ഫയൽ ചെയ്യുമ്പം അവർക്ക് ഈ എക്സംഷൻ കിട്ടും അല്ലേ? അതെ അതെ അതെ. അത് വളരെ ഇതായിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു നല്ലൊരു എമൗണ്ട് അല്ലേ? ഒരു $4,500 കിട്ടുന്ന ഒരു സംഭവമാണ് അത്. പക്ഷേ അത് നമ്മൾ ആ വർഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് പോകണം. കാരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ആ വർഷങ്ങളിൽ ഒരു ബെനിഫിറ്റും ഉണ്ടാകില്ല. അപ്പോൾ അവർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു ചിന്ത വരരുത്. ആ വർഷം ചെയ്താലും നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് പിന്നീടുള്ള വർഷങ്ങളിൽ കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. അത് വളരെ ശരിക്കും $4,500 എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് അല്ല അല്ലേ? അത് ടാക്സ് കൊടുക്കേണ്ടാത്തതാ. ടാക്സ് കൊടുക്കേണ്ടാത്തൊരു എമൗണ്ട്. ടാക്സ് റിട്ടേൺ കിട്ടുന്നതാണല്ലോ. അപ്പോൾ അത് ടാക്സബിൾ അല്ല. നമുക്കൊരു $4,500 കിട്ടിയാൽ $4,500 നമുക്ക് യൂസബിൾ ആണ്. അതെ അതെ അതെ. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ഇത് സംശയങ്ങൾ വരുന്നത് ഇപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിൻ സംഭവം ഉണ്ടല്ലോ. അതായത് നമ്മളിപ്പോൾ പ്രിൻസിപ്പൽ ഹോം അല്ലാത്ത നമ്മൾ സെക്കൻഡ് ഹോമിനാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിനകത്ത് ശരിക്കും സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഒരു ഇതിനകത്ത് പല ആൾക്കാർക്കും ഈ 2 വീടുകൾ തമ്മിലുള്ള ഒരു ഇതിനകത്ത് ഫയൽ ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രിൻസിപ്പൽ റെസിഡൻസ്, ഇപ്പം അരുൺ പറഞ്ഞ പോലെ പ്രിൻസിപ്പൽ റെസിഡൻസ് ആണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിന് കൊടുക്കണ്ട. അതിന് ടാക്സ് എക്സംഷൻ ആണ്. രണ്ടാമത്തെ വീടിനും ടാക്സ് എക്സംഷൻ കിട്ടും. ഇല്ല, രണ്ടാമത്തെ വീട്ടിലോട്ട് പോകുമ്പോൾ അതായത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 2 സിനാരിയോ പറയാം. ഒന്നെന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ റെസിഡൻസ് നമ്മൾ മേടിച്ചു, അത് നമ്മൾ താമസിക്കുന്നു, ആ വീട് വിൽക്കുന്നു, വിറ്റിട്ട് വേറൊരു വീട് മേടിക്കുവാന്ന് കൂട്ടിക്കും. ഉള്ള വീട് മേടിച്ച് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെയാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ താമസിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇച്ചിരി വലിയ വീട് വേണമെന്ന്. അപ്പോൾ നമ്മൾ ഇത് വിൽക്കുന്നു, പുതിയ മേടിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഇത് ടാക്സബിൾ അല്ല വിൽക്കുന്ന സമയത്ത്, പക്ഷെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. സെയിൽ ഓഫ് പ്രിൻസിപ്പൽ റെസിഡൻസ് ഏത് വർഷമാണോ വിറ്റത് ആ വർഷത്തെ ടാക്സ് ഫയൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. നമ്മൾ മേടിച്ച വില എത്രയാണെന്നും വിറ്റത് എത്രയാണെന്നും അതിന് എക്സ്പെൻസ് എന്തെങ്കിലും ആയിട്ടുണ്ടോ അതെല്ലാം റിപ്പോർട്ട് ചെയ്യണം. അതിൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ടാക്സ് എക്സംഷൻ ആണ്, ടാക്സ് അടയ്ക്കണ്ട. പക്ഷെ അത് റിപ്പോർട്ട് ചെയ്യണം. അത് വിൽക്കുന്ന വർഷം അത്. പിന്നെ നമ്മൾ പുതിയ വീട് മേടിക്കുന്നു, അത് എഗെയിൻ നമ്മുടെ പ്രിൻസിപ്പൽ റെസിഡൻസ് ആണ്. അതൊരു ട്രേഡിംഗ് പാറ്റേൺ ആവരുത്. ഇപ്പം ഈ മാസം മേടിച്ചു, 3 മാസം കഴിയുമ്പോൾ വിൽക്കുന്നു, വീണ്ടും മേടിക്കുന്നു. അപ്പോൾ അതൊരു ലൈക്ക് ബിസിനസ്സായി മാറും. അങ്ങനെ ആവരുത്. മിനിമം അവർ പറയുന്ന ഒരു വെസ്റ്റഡ് പീരീഡ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഇയർ എങ്കിലും നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. ഒരു വീട് വാങ്ങിച്ചിട്ട് നമ്മൾ ഫ്ലിപ്പിംഗ് ഉള്ളവർക്ക് നടക്കത്തില്ല. പ്രിൻസിപ്പൽ റെസിഡൻസ് അങ്ങനെ ചെയ്യുമ്പോൾ ആ എക്സംഷൻ ചിലപ്പോൾ കിട്ടണമെന്നില്ല. രണ്ടാമത്തെ ഒരു സിനാരിയോ എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ വീട് മേടിക്കുന്നു, ആ വീട് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഒരു വീട് മേടിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പം അങ്ങനെയുള്ളപ്പം നമ്മൾ ആദ്യത്തെ വീട് നമ്മൾ ഒരു 3-4 വർഷം എത്രയോ വർഷം നമ്മൾ കീപ്പ് ചെയ്ത് ആ സമയത്തുണ്ടായ ക്യാപിറ്റൽ ഗെയിന് ടാക്സ് എക്സംഷൻ ഉണ്ട്, ടാക്സ് കൊടുക്കണ്ട. പക്ഷെ നമ്മൾ ആ വീട് ആദ്യത്തെ വീട്ടിൽ നിന്ന് രണ്ടാമത്തെ വീട്ടിലോട്ട് മാറുമ്പം അതിന്റെ പർപ്പസ് ചേഞ്ച് ആയി. ആ ഒരു ആദ്യത്തെ വീട് പ്രിൻസിപ്പൽ റെസിഡൻസ് അല്ല, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി. അപ്പം അതുവരെ ഉണ്ടായ ക്യാപിറ്റൽ ഗെയിന് ടാക്സബിൾ അല്ല. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? അങ്ങനെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഫസ്റ്റ് വീട് ഡീംഡ് ഡിസ്പൊസിഷൻ ചെയ്യണം. അതായത് ഫെയർ മാർക്കറ്റ് വാല്യൂവിൽ ഏത് വർഷമാണോ നമ്മൾ ആ വീട്ടിൽ നിന്ന് മാറുന്നത് ആ വർഷം നമ്മൾ ഡീംഡ് ഡിസ്പൊസിഷൻ ചെയ്യണം. അപ്പം അതുവരെയുള്ള ക്യാപിറ്റൽ ഗെയിന് അവിടെ ലോക്കായി, നമുക്ക് അതുവരെയുള്ളതിന് നമ്മൾ കൊടുക്കണ്ട. പിന്നീട് ആ വീടിനുണ്ടാകുന്ന അപ്രിസിയേഷന് മാത്രമേ നമുക്ക് ടാക്സബിൾ ഉള്ളൂ. ടാക്സ് കൊടുത്താൽ മതി. നമ്മൾ മാറുന്ന വരെയുള്ള പീരീഡ് നമുക്ക് ഡീംഡ് ആക്കാം. ഡീംഡ് ഡിസ്പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ടാക്സ് കൊടുക്കണം. പിന്നീട് ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി. പക്ഷെ അത് നമ്മൾ ചെയ്യണം. അങ്ങനെ ആ വർഷത്തെ ടാക്സിൽ നമ്മളത് ഡീംഡ് ഡിസ്പൊസിഷൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ മേടിച്ച വീട് നമുക്ക് പ്രിൻസിപ്പൽ റെസിഡൻ്റ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ആ വീട് പിന്നെ നമ്മൾ വിൽക്കുകയോ ഒക്കെ ചെയ്താലും സ്റ്റിൽ സെയിം തിങ് ആണ്. ബേസിക്കലി പറഞ്ഞാൽ അറ്റ് എ ടൈം നമുക്കൊരു വീടെ പ്രിൻസിപ്പൽ റെസിഡൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡീംഡ് പൊസിഷൻ കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ഇക്വിറ്റി, ആ ഇക്വിറ്റിയിൽ നമ്മൾ പ്രിൻസിപ്പൽ ഇത് ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കണം. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു വീട്ടിൽ മാറുമ്പോൾ ആ വീടിനൊരു ഫോർ എക്സാമ്പിൾ 500,000 ആണെന്ന് വിചാരിക്കുക. അത് മാറി അടുത്ത വീട്ടിലേക്ക് ഞാൻ പോകുന്നു.
അപ്പോൾ ഉള്ളത് വരെ അത് 500,000 വരെ ഉള്ളതിന് ഞാൻ ടാക്സ് കൊടുക്കണ്ട. ഇല്ല. പക്ഷേ 500,000 കഴിഞ്ഞ് ഞാനിപ്പോൾ പോയി ഒരു വർഷം കഴിയുമ്പോൾ അത് 600,000 ആവണമെങ്കിൽ ആ 100,000 ഞാൻ ടാക്സബിൾ. ഓക്കെ. പിന്നെ ക്യാപിറ്റൽ ഗെയിനിൽ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ 100% എമൗണ്ടും ടാക്സബിൾ അല്ല. അതുകൊണ്ടാണ് ഒത്തിരി പേര് ഈ വീട് മേടിച്ച് നമ്മളൊരു ബിസിനസ് നടത്തിയാൽ ഇപ്പോൾ 100,000 നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ 100,000 നമ്മുടെ ടാക്സബിൾ ഇൻകം ആണ്. പക്ഷെ നമ്മൾ ഇതുവരെ ഒരു ക്യാപിറ്റൽ ഗെയിന് 100,000 നമുക്ക് ഇൻകം വന്നാൽ അതിന്റെ 50% ടാക്സബിൾ ഇൻകം ആയിട്ട് വരുള്ളൂ. കാരണം അതിന് എക്സ്പെൻസ് ഉണ്ടല്ലോ. അതല്ല, അല്ലാതെ തന്നെ ടാക്സബിൾ ഇൻകം ക്യാപിറ്റൽ ഗെയിന് 50% ടാക്സബിൾ. ഈ 100,000 ഉണ്ടെങ്കിൽ 50,000 ടാക്സ് കൊടുത്താൽ മതി. ഓ അതൊരു എക്സംഷൻ ആണ് അല്ലേ? അപ്പൊ 50,000 പുറത്തുള്ളതിന് മാത്രമേ നമ്മൾ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു സിനാരിയിലാണെങ്കിൽ 50,000 മാത്രമേ നമ്മൾ പിന്നെ ടാക്സ് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അത് ഭയങ്കര ഒരു സംഭവമാണ് അല്ലേ? ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു ഇതുണ്ട്. ഈ പറഞ്ഞ ഇതൊരു ടാക്സ് സീസൺ ആണല്ലോ. ഒരുപാട് പേര് ആൾക്കാർ മൂവ് ചെയ്യണതും ഇതൊക്കെ ഈ ഒരു പീരീഡിലാണ്. ഇപ്പം പലപ്പോഴും ഒത്തിരി പേര് ഈ ഒരു ഇൻഫർമേഷൻ കാരണം അവരുടെ ഇതിൽ ഓക്കെ ഞാൻ വീട് മേടിച്ചു, വിറ്റു, അടുത്ത വീട് മേടിച്ചു, അതിനകത്തൊരു റിപ്പോർട്ടിംഗ് പോലും ഒത്തിരി പേര് ചെയ്യാറില്ല. പക്ഷെ അത് ആക്ച്വലി റിപ്പോർട്ട് ചെയ്ത് ഫൈൻ പെനാൽറ്റീസും ഉണ്ട്. ഈ പറയുന്ന നോൺ റിപ്പോർട്ടിങ്ങിന് പെനാൽറ്റീസും ഉണ്ട്. ഇല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വരെ ഇതൊരു വലിയൊരു ഇൻഫർമേഷൻ ആണ്. കാരണം ഞാൻ ഒരു വീട് മാറി ഒരു വീട്ടിലോട്ട് പോയതാണ്. ഞാൻ ഇതുപോലെ ഡീംഡ് ഒരു ഡിസ്പോസിഷൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഡിസ്പോസിഷൻ നമ്മൾ ചെയ്ത് നമ്മൾ വോളണ്ടറി ഡിസ്ക്ലോഷർ ചെയ്ത് നമുക്ക് എക്സംഷൻ ചിലപ്പോൾ അവർ ചെയ്തു തരാം അല്ലേ? ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു പെർ മന്ത് ഐ തിങ്ക് ഇറ്റ്സ് $100 എന്തോ ഒരുപാട് പേർക്ക് കാശ് നഷ്ടം വന്നിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ. കാരണം എല്ലാവരുടെയും ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹോം വാങ്ങി പിന്നെ സെക്കൻഡ് ഹോമിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഹോം സേവിങ് സമയത്ത് പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ. അതെ. അപ്പോൾ അതൊരു ഭയങ്കര വലിയൊരു ഇൻഫർമേഷനാണ്. ഡെഫിനറ്റ്ലി അത് എല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്യട്ടെ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ കൂടുതൽ ന്യൂ കമേഴ്സും ഒരുപാട് സ്റ്റുഡൻസും ഇപ്പോൾ PR ആൾക്കാരും ഒക്കെ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെൽക്കം കാനഡ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടല്ലോ. അത് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല എന്താണെന്നുള്ളത്. അതെന്താ ഇത് ഫസ്റ്റ് ടൈം ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ടോ? അത് ഫസ്റ്റ് ടൈം ടാക്സ് ബെനിഫിറ്റ്സ് നമുക്ക് പറയാൻ പറ്റില്ല. ബേസിക്കലി അത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പം നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുന്ന എക്സാമ്പിളിലൂടെ പോകാം. എനിക്ക് തോന്നുന്നു അതായിരിക്കും പെട്ടെന്ന്. ഇപ്പം 2025 നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുന്ന ഒരാൾ ഇപ്പം അരുൺ സേ ഫോർ എക്സാമ്പിൾ 2024 ഓഗസ്റ്റിലാണ് വന്നിരുന്നത് കൂട്ടുക. കഴിഞ്ഞ വർഷം വന്നു, ഓഗസ്റ്റ് വന്നു. ഇപ്പം December 31 വരെയുള്ള ഇൻകം നമ്മൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പം നമ്മൾ ഒണ്ടാരിയോയിലാണെങ്കിൽ HST GST, ട്രില്യൺ ബെനിഫിറ്റ്, കാർബൺ ടാക്സ്, പിന്നെ ചൈൽഡ് ബെനിഫിറ്റ്, ഇങ്ങനെയുള്ള കുട്ടികളുണ്ട് ചൈൽഡ് ബെനിഫിറ്റ്. ഇതെല്ലാം നമുക്ക് കിട്ടിത്തുടങ്ങുന്നത് ഈ 2024 ടാക്സ് ചെയ്തതിൻ്റെ ബേസിൽ 2025 ജൂലൈ തൊട്ടേ കിട്ടുള്ളൂ. ബെനിഫിറ്റ്സ് പീരീഡ് എന്ന് പറഞ്ഞാൽ ജൂലൈ ടു ജൂൺ ആണ്. ബെനിഫിറ്റ്സ് പ്രീവിയസ് ഇയറിന്റെ ഇൻകം വെച്ച്. അപ്പം ഇപ്പൊ ഈ ഒരു സിനാരിയോയില് 2025 ജൂലൈ തൊട്ട് നമുക്ക് ഈ പറയുന്ന ബെനിഫിറ്റ്സ് എല്ലാം കിട്ടും. ടാക്സ് ഫയൽ ചെയ്താൽ അത് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റ് വന്നു. നമ്മൾ 2024 ഓഗസ്റ്റ് തൊട്ട് 2025 ജൂൺ വരെ നമുക്ക് ഈ പറയുന്ന ബെനിഫിറ്റുകളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ അതിന് എലിജിബിളാണ്. യെസ്. അപ്പം അത് ടാക്സ് ഫയലിംഗിൽ കൂടെ മാത്രം കിട്ടിയാണ്. അതിന് നമ്മൾ RC 151 എന്ന് പറഞ്ഞ ഫോം, HST GST ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ, അത് ചെറിയൊരു ഫോമാണ്. നമ്മൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും. ആ ഫോം ഫില്ല് ചെയ്ത് നമ്മൾ ഇപ്പോൾ ഈ വർഷം നമ്മൾ ജനുവരി തൊട്ട് ഇവിടെ വന്ന സമയം വരെയുള്ള ഇൻകം, നമുക്ക് ഇന്ത്യയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ നാട്ടിൽ നിന്നുള്ള ഒരു ഇൻകം, അതിന് മുമ്പ് 1 വർഷം മുമ്പുള്ള ഇൻകം, 2 വർഷം മുമ്പുള്ള ഇൻകം, ഫോറിൻ ഇൻകം ആണ്. അപ്പോൾ അത്രയും റിപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. അത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യുന്നോടത്ത് നമുക്ക് ടാക്സ് അക്കൗണ്ടിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും. അപ്പം അന്നേരം സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇത്ര ഏകദേശം ഈ 10 മാസം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ 10 മാസത്തോളമുള്ള ബെനിഫിറ്റുകൾ, ഈ ചെറിയ ചെറിയ ബെനിഫിറ്റ് എല്ലാം കൂടെ ഒരുമിച്ച് വരും. അപ്പോൾ അതൊരു ലംസം എമൗണ്ട് ആയിട്ട് വരും. അപ്പോൾ ആൾക്കാർ പറയും വെൽക്കം കാനഡ. അത് ഒരു വെൽക്കം കാനഡ ഈ സെയിം ബെനിഫിറ്റുകൾ തന്നെ നമ്മളൊരു പ്രീവിയസ് പീരീഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പം വെൽക്കം കാനഡ എന്ന് ആരോ എന്നോ വിളിച്ചു, അത് നമ്മളും വിളിച്ചു പോരുന്നു എന്നേ ഉള്ളൂ. അല്ല അങ്ങനെ ഒരു വെൽക്കം കാനഡ എന്ന് പറഞ്ഞൊരു പാക്കേജ് ഒന്നും ഇല്ല. പക്ഷേ ഈ സെയിം ബെനിഫിറ്റുകൾ തന്നെ നമ്മൾ പ്രീവിയസ് പീരീഡിൻ്റെ നമ്മൾ ഈ HST GST ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ ഇട്ടെടുക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ടാക്സ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി നമുക്ക് ടാക്സ് ഇപ്പം ഫെബ്രുവരി 25
സ്റ്റാർട്ട് ചെയ്തു, കഴിഞ്ഞ തിങ്കളാഴ്ച തുടങ്ങി. ഏപ്രിൽ 30 വരെയാണ് നമ്മുടെ പേഴ്സണൽ ടാക്സിൻ്റെ. ഇനി ഇപ്പം നമുക്കോ ഇല്ലെങ്കിൽ നമ്മുടെ സ്പൗസിനോ ആർക്കെങ്കിലും ഒരാൾക്ക് സെൽഫ് എംപ്ലോയ്മെന്റ് ഉണ്ടെങ്കിൽ ആ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ജൂൺ 15 വരെ ഉണ്ട്. നമുക്ക് കുറച്ച് ദിവസം കൂടെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഫയൽ ചെയ്യാനുള്ള സമയം ജൂൺ 15 വരെ ഉള്ളൂ. ഈ എന്തെങ്കിലും പൈസ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ CRAക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് ഏപ്രിൽ 30 മുമ്പ് തന്നെ കൊടുക്കുകയും ചെയ്യണം. അത് ഡസൻ മേക്ക് സെൻസ് ആക്ച്വലി. നമ്മൾ പൈസ 30 തന്നെ കൊടുക്കണമെങ്കിൽ അതിന് മുമ്പ് തന്നെ നമ്മൾ ഫയൽ ചെയ്ത് പോകും. സ്റ്റിൽ നമുക്ക് ഫയലിംഗ് ഡെഡ് ലൈന് ജൂൺ 15 സെൽഫ് എംപ്ലോയ്മെന്റ് ഉള്ളവർക്കുണ്ട്. അതെ, ടാക്സസ് എന്തെങ്കിലുമൊക്കെ പെൻഡിങ് ഉണ്ടെങ്കിൽ അതിൽ പേ ചെയ്താലേ ഇതിനകത്ത് റിഫ്ലക്റ്റ് ആയിട്ട് വരുള്ളൂ. പിന്നെ ഒത്തിരി പേരും സ്മാർട്ടായിട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ CRAക്ക് ടാക്സ് ഓയിങ് ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കും. പതുക്കെ ചെയ്താൽ മതിയല്ലോ, അപ്പം കാശ് പതുക്കെ കൊടുത്താൽ മതിയെന്ന്. പക്ഷെ അതിനകത്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഏപ്രിൽ 30 ഡെഡ് ലൈന്. ഏപ്രിൽ 30 മുമ്പ് ചെയ്താൽ ഇപ്പം CRAക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിലും അതിൻ്റെ എല്ലാ മാസവും 1% വെച്ച് ഇൻട്രസ്റ്റ് പെനാൽറ്റിയേ വരുള്ളൂ, ഇൻട്രസ്റ്റേ വരുന്നുള്ളൂ. അതായത് ഡെഡ് ലൈന് മുമ്പ് ചെയ്തു, പക്ഷെ പൈസ അടച്ചില്ലെങ്കിൽ പോലും 1% വരുന്നുള്ളൂ. ഇനി നമ്മൾ ഈ ഏപ്രിൽ 30 കറക്റ്റ് ചെയ്തില്ലെങ്കിൽ, ഫയൽ ചെയ്തില്ലെങ്കിൽ, ഇപ്പം ജൂൺ 20 ചെയ്യുന്നതെന്ന് കൂട്ടിക്കോ, ഫസ്റ്റ് വരുന്നത് കൊടുക്കാനുള്ള എമൗണ്ടിൻ്റെ 5% ലേറ്റ് ഫയലിംഗ് പെനാൽറ്റി ആദ്യത്തെ എമൗണ്ട് വരും. അത് ഈ ഏപ്രിൽ 30 തൊട്ടുള്ളത് അതായത് വൺ ടൈം ഈ 5% വന്നു, പ്ലസ് ഏപ്രിൽ 30 തൊട്ടുള്ള ഓരോ മാസം 1% വരികയും ചെയ്യും. വരും. അപ്പോൾ ഫയൽ ചെയ്യാതെ ഇരിക്കുന്നതുകൊണ്ട് നഷ്ടം ഉണ്ടാകുന്നുള്ളൂ, ലാഭം ഉണ്ടാകുന്നില്ല. അപ്പം നമ്മൾ ഓയിങ് ഉണ്ടെങ്കിലും CRAക്ക് ഉണ്ടെങ്കിലും ഫയൽ ചെയ്യുക. അടയ്ക്കാൻ താമസിച്ചാലും നമുക്ക് ആ ഒരു 1% പെനാൽറ്റി വരുന്നുള്ളൂ. പിന്നെ ഫയൽ ചെയ്യുക. ഫയലിംഗ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ലേറ്റ് ഫയലിംഗ് പെനാൽറ്റി പോകും. പക്ഷേ റീഫണ്ട് ഉള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒന്നും പ്രശ്നമല്ല, കാരണം പൈസ CRAയിലാണല്ലോ കിടക്കുന്നത്. പെനാൽറ്റി ഇല്ല, ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുകയില്ല. നമ്മൾ ലേറ്റ് ആയിട്ട് ഫയൽ ചെയ്യുന്നു, നമുക്ക് തിരിച്ചു കിട്ടും. അതെ. അപ്പോൾ അതൊരു വലിയൊരു സംഭവമാണ്. കാരണം ഈ ബിസിനസ് ഉള്ള ആൾക്കാർ എപ്പോഴും പറയും, ഓക്കെ അതൊരു ഏപ്രിലിൽ നമുക്കല്ലല്ലോ, നമുക്ക് ജൂൺ 15 ആണല്ലോ എന്ന് പറഞ്ഞ് ലേറ്റ് ആക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. ഓയിങ് ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഈ 30 തന്നെ നമ്മൾ അടച്ചു പോകണം. അതെ. പിന്നെ ഈ ഓയിങ് ഉള്ള ആൾക്കാർ ഇപ്പോൾ ഒരുമിച്ച് പെട്ടെന്ന് നമുക്ക് അടയ്ക്കാൻ ഇത്രയും പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ, ഒരു 90% കേസുകൾ നമ്മൾ CRA വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈവൻ CRA നമുക്ക് ഓൺലൈനിലാണെങ്കിലും നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഒരു കാൽക്കുലേഷൻ സൈക്കിൾ ഞാൻ പറയാം, ഒരു $2,400 ഒരാൾക്ക് CRAക്ക് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്കൊരു 12 months ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് CRAനെ എടുത്തോളൂ. അതിനകത്ത് ചില കേസിൽ ഇൻട്രസ്റ്റ് വരും, എന്നാൽ പോലും നമുക്കതൊരു ഇതായിട്ട് കിട്ടും. എല്ലാ മാസവും 200 വെച്ച് ഓട്ടോ ഡെബിറ്റ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൊക്കോളും, നമ്മൾ തന്നെ അറിയല. അടുത്ത ടാക്സ് ഫയലിംഗ് ആകുമ്പോഴത്തേക്കും കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് തീരും. അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്റ്റാൾമെന്റ് നമുക്ക് അവരെ വിളിച്ചോ ഇല്ല ഓൺലൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ചെയ്യണം അല്ലേ? നേരത്തെ നമ്മൾ ടാക്സ് പ്രിപ്പയർസ് നമ്മളെ പോലെയുള്ള അക്കൗണ്ടൻസിന് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു അത് ഇപ്പോൾ ഒരു 3-4 വർഷം മുമ്പ് അവരത് എടുത്തു കളഞ്ഞു. ടാക്സ് പെയർ തന്നെ ചെയ്യണം. നേരിട്ട് CRAയിൽ വിളിക്കുക, ഇതാണ് എൻ്റെ പേയ്മെന്റ് പെൻഡിങ് ഉള്ളത്, ഇതിന് എനിക്കൊരു എക്സംഷൻ തരണം, എനിക്ക് ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും. എത്ര അത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് നമ്മുടെ ഒരു കാഷ്വൽ ഡിസ്കഷൻ പോലെ പോകും. നമുക്ക് ഒരു 4-5 തവണയായിട്ടോ അല്ലെങ്കിൽ എങ്ങനെ എത്രയാണെന്ന് പറയും. അപ്പോൾ ഒരു വലിയൊരു എമൗണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്കൊരു പേയ്മെന്റ് അറേഞ്ച്മെന്റ്സ് അത് വലിയൊരു ഇൻഫർമേഷനാണ്. കാരണം ഒരുപാട് ആൾക്കാർ എനിക്കറിയാം, കാരണം ഈ പണ്ട് ഈ സ്കെർബൊക്കെ വാങ്ങിച്ചിട്ട് അതിൽ പിന്നെ ഇപ്പോൾ റീപേയ്മെൻറ്റ് വന്നിട്ട് അവർക്ക് ടാക്സസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ അവരുടെ ടാക്സ് അങ്ങോട്ട് കൊടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഒരുപാട്. അതെ, ഇതിൻ്റെ സ്കെർബിൻ്റെ ഒത്തിരി ഇഷ്യൂ ഇപ്പം റീപേയ്മെൻറ്റുകൾ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറയുന്നത് അതിനകത്ത് പലതും അവർ ഓഡിറ്റ് ലെറ്റർ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ 99% അവരുടെ കയ്യിൽ അതിന് പ്രൂഫ് ഉണ്ടായിട്ടാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഇതിന് നിങ്ങൾക്ക് ഇൻകം ഇല്ലായിരുന്നു എന്നുള്ളത്. കാരണം ഒന്നെങ്കിൽ T4കളോ ഇല്ലെങ്കിൽ ഇൻകം പ്രൂഫുകളോ എന്തോ അവരുടെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് ഇത് അയച്ചേക്കുന്നത്. അപ്പോൾ ഇല്ല, നമ്മൾ എത്ര പറയാൻ നോക്കിയാൽ നമ്മൾ അവസാനം പോയി ചെല്ലുമ്പോഴത്തേക്കും അതൊരു 90% കേസുകൾ നമ്മൾ കൊടുക്കാനുള്ളത് തന്നെയായിരിക്കും. നമ്മൾ എലിജിബിൾ അല്ലാതെ എടുത്തേക്കുന്നതായിരിക്കും അത്. പിന്നെ അതിനകത്ത് വളരെ കുറച്ച് കേസുകൾ മാത്രമേ നമ്മൾ ഈ ഓഡിറ്റിന് പുറകെ പോയി ചിലപ്പോൾ നമുക്ക് അതിനകത്ത് ഒരു സക്സസ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. കാരണം അത്രയും പ്രൂഫ് ഉണ്ടെങ്കിൽ അവരങ്ങനെ ചോദിക്കുള്ളൂ. പിന്നെ ഈ നമ്മൾ റീപേ ചെയ്യുന്ന സമയത്ത് ആ വർഷം ഇപ്പം ഞാൻ 2024 റീപേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് നമുക്ക് ഈ ഇൻകത്തിൽ നിന്ന് കുറയും.
അതിൻ്റെ കാരണം ഇത് ഇങ്ങോട്ട് കിട്ടിയപ്പോൾ നമുക്ക് ടാക്സ് കൊടുത്തിട്ടാണ് നമുക്ക് കിട്ടിയത്. ഈ റീപേയ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് അതിനൊരു എക്സംഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ നല്ലൊരു ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു. അപ്പോൾ കൂടുതൽ എനിക്കറിയാം എല്ലാവർക്കും ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടാവാം. കൂടുതൽ ഇപ്പോൾ ഫയൽ ചെയ്യണ ഒരു സീസൺ ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം സിനോൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറയുക വളരെ നന്നായിരിക്കും. ഓക്കെ, ഇത് ബേസിക്കലി സ്കാർബ്രോ ബേസ്ഡ് ആണ് ഓഫീസ്. നമ്മുടെ സ്കാർബ്രോയിൽ ടൗൺ സെൻറ്ററിന് അടുത്താണ് ഓഫീസ്. നമ്മുടെ എല്ലാ സർവീസുകളും ഉണ്ട്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നമുക്ക് ഓൺലൈൻ പോർട്ടലുണ്ട്. ഓൺലൈൻ പോർട്ടലിൽ നിങ്ങളുടെ ഇൻഫർമേഷനും ഡോക്യുമെൻറ്റ്സും തരുന്നു. ഇത് ഡയറക്റ്റ് CRAയിലോട്ടല്ല പോകുന്നത്. നിങ്ങൾ ഓൺലൈൻ സബ്മിറ്റ് ചെയ്യുന്ന ടു സീനോട്ടാണ് ആപ്ലിക്കേഷൻ വരുന്നത്. അതിനുശേഷം നമ്മുടെ ടാക്സ് അനലിസ്റ്റ് അത് റിവ്യൂ ചെയ്ത് നിങ്ങളെ ഓവർ ദി ഫോൺ നിങ്ങളെ വിളിച്ച് സംസാരിച്ചതിന് ശേഷമേ CRAയിലോട്ട് സബ്മിഷൻ പോവുള്ളൂ. അതുപോലെ തന്നെ ഈ വർഷം നമ്മൾ വോക്കിൻസിന് മൺഡേ ടു സൺഡേ ലൈക്ക് 7 days ഫെബ്രുവരി 25 തൊട്ട് ഏപ്രിൽ 30 വരെ 7 days മോർണിംഗ് 9 AM to 11 PM 14 മണിക്കൂർ നമ്മൾ വോക്കിൻസിന് അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യാം, ഒക്കെ ചെയ്യാം. അപ്പം ഇനി ഫേസ് ടു ഫേസ് ആ ഒരു എക്സ്പീരിയൻസ് വേണ്ട ആൾക്കാർ വന്ന് ചെയ്യാം. നമുക്ക് അത് ഓൺലൈൻ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്താണ് വരുന്നത്. ഓൺലൈൻ അപ്പോയിൻമെന്റ് അവൈലബിൾ ആണ്. ഓൺലൈനിൽ ബുക്ക് ചെയ്യാം, അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഒത്തിരി നേരം വന്ന ആൾക്കാർ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓവർ ദി ഫോൺ നമുക്ക് എക്സിസ്റ്റിംഗ് ക്ലയൻസ് ആണെങ്കിൽ ജസ്റ്റ് ഫോൺ വിളിച്ച് ചെയ്യാം. അല്ല, പുതിയ ക്ലയൻസ് ആണെങ്കിലും ഫോണിലൂടെ നമ്മൾ ഒരു ബേസിക് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുവാണെങ്കിൽ. പിന്നെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ക്ലയൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി ഓതറൈസേഷൻ ഉണ്ട്. നമുക്ക് ഇവൻ T-സ്ലിപ്പുകളോ T4 അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇടയിലില്ല, മിസ്സിംഗ് ഉണ്ടെങ്കിൽ CRAയിൽ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. ഞങ്ങൾക്ക് തന്നെ എടുക്കാൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ക്ലയൻസ് ആണ്. മറ്റുള്ളതാണെങ്കിൽ നിങ്ങൾ അത് ഓതറൈസേഷൻ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നേരത്തെ ബേസിക് ഇൻഫർമേഷൻ തരുവാണെങ്കിൽ നമുക്കത് വിളിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു 10-15 മിനിറ്റിൽ തന്നെ നമുക്ക് ഫയൽ ചെയ്ത് അല്ലെങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്യേണ്ട. ഓൺലൈനും താല്പര്യമില്ലാത്ത ആൾക്കാരെ ഡ്രോപ്പ് ഓഫ് ചെയ്യാം, ഡോക്യുമെന്റ് ഡ്രോപ്പ് ഓഫ് ചെയ്യാം. നമ്മൾ വൺസ് ഫയൽ ചെയ്തതിന് ശേഷം അവരെ നമ്മൾ വിളിക്കുന്നതാണ്. അപ്പം നമുക്ക് എല്ലാ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് ഇയർ അറൗണ്ട് ആണ്. നമ്മൾ ഒത്തിരി ഞാൻ പണ്ട് വന്നപ്പം തൊട്ട് കേട്ടേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടാക്സ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ശേഷം ആളെ വിളിച്ചാൽ കിട്ടിയാൽ അതിൽ തിരക്കായിരിക്കും. പക്ഷെ നമ്മുടെ ഓഫീസ് ഇയർ അറൗണ്ട് ആണ്. അതായത് ഫുൾ ടൈം ഉണ്ട്. ഈ ഇവൻ ഇപ്പോൾ 7 days ആണെങ്കിൽ ടാക്സീസിൽ ബാക്കി എല്ലാ മൺഡേ ടു ഫ്രൈഡേ നമ്മൾ ഓഫീസ് ടൈം ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് T1 ജനറൽ ഇപ്പോൾ മോർഗേജ് അപ്ലൈ ചെയ്യേണ്ടിവരൊക്കെ T1 ജനറലൊക്കെ ചോദിച്ചൊക്കെ വിളിക്കാറുണ്ട്. അപ്പം പലരും പറയാറുണ്ട് നമുക്ക് ഞങ്ങൾ ചെയ്തോടത്ത് കിട്ടിയിട്ടില്ല എന്ന് പറയും. അപ്പം നമ്മുടെ അടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന എല്ലാ സർവീസുകളും നമുക്ക് അവൈലബിൾ ആണ്. അതായത് നിങ്ങളുടെ ഓഫീസ് ഫുള്ളായിട്ട് റൗണ്ട് ഇയർ ഉള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു മിസ്സിംഗ് ആയിട്ട് വരുന്നില്ല. കാരണം സീസൺ ചില ആൾക്കാർ പുറത്ത് കൊടുക്കുമ്പം സീസണലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ആ ഒരു മിസ്സിങ്ങും ഇല്ല. പിന്നെ ഒരു അഡ്രസ്സ് ഉണ്ട്, അതാണ് ഏറ്റവും വലുത്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അതൊരു നല്ലൊരു സെഷനാണ്, പ്രത്യേകിച്ച് ഈ ടാക്സ് സീസണിൽ. അപ്പോൾ സിനോ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.